ഗൈസ്, നാട്ടിലുള്ള ചെക്കന്മാരൊക്കെ പറയുന്ന അവർക്കൊന്നും പെണ്ണുങ്ങളെ കിട്ടാനില്ല. വൈ? ബിക്കോസ് പെണ്ണുങ്ങൾക്കൊക്കെ ബുദ്ധി വെച്ചു. ഗൈസ്, ഇസ് 2025. യെസ് പെൺകുട്ടികൾക്ക് ബുദ്ധി വെച്ചു. ഞങ്ങൾ ആൺകുട്ടികൾക്കും ബുദ്ധി വെച്ചു. ലൈക്ക് ബാക്കി പറ. പെണ്ണുങ്ങൾക്ക് മനസ്സിലായി കല്യാണം കഴിച്ച് അവിടെ ലോക്കാവുന്നതിനേക്കാൾ നല്ലത് ജോലി മേടിച്ചിട്ട് സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നതാണ്. പെൺകുട്ടികൾക്കൊക്കെ ബുദ്ധി വെച്ചു ജോലി മേടിച്ചിട്ട് സ്വന്തം കാര്യം നോക്കുന്നതാണ്. അപ്പോൾ പണ്ടുള്ള ആണുങ്ങളൊക്കെ ഈ ജോലി ഉണ്ടാക്കിയിട്ട് രണ്ടുപേരെ നോക്കിയതൊക്കെ മണ്ടന്മാരായത് കൊണ്ടാണ്. ബിക്കോസ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു മെച്യൂരിറ്റി തോന്നുന്നുണ്ട്. പക്ഷെ വാ തുറന്നാൽ ഹെയ്റ്റ് ആണ് മൊത്തം പറഞ്ഞു വരുന്നത് കേട്ടോ. റേസിസ്റ്റ് ആയിട്ടുള്ള ഭർത്താവ് ഭാര്യനെ മെന്റലി ടോർച്ചർ ചെയ്ത് ഭാര്യ ആത്മഹത്യ ചെയ്യുന്നു. ആൻഡ് ഫിസിക്കൽ അബ്യൂസ് ആൻഡ് മെന്റൽ അബ്യൂസ്, അതിന്റെ കാര്യങ്ങളൊന്നും പറയാൻ വേണ്ട. There are a lot of cases. ഞാൻ പറയട്ടെ, ഇപ്പൊ ഗ്രീഷ്മ ഇങ്ങനെ ഒരു സംഭവം ചെയ്തു എന്ന് കരുതി ഞാൻ ഒരിക്കലും പറയില്ല എല്ലാ സ്ത്രീകളും എല്ലാ പെൺകുട്ടികളും ഗ്രീഷ്മേനെ പോലെയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഏതെങ്കിലും ഒരു പെണ്ണിങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണെന്ന് പറയുന്ന അർത്ഥമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ അമ്മമാർ ഒരു പെണ്ണ് തന്നെയല്ലേ. And there is a big history. So obviously girls opt for not marrying. ഇപ്പോൾ ഏതെങ്കിലും ഒരുത്തനല്ലേ ഏതെങ്കിലും കുറച്ച് വിവരമില്ലാത്തവന്മാർ എന്തെങ്കിലും കാണിച്ചു എന്ന് കരുതി അതൊരു സ്റ്റീരിയോ ടൈപ്പ് പോലെ എല്ലാവരും അങ്ങനെയാണെന്ന് പറയുകയും കല്യാണം കഴിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഹെയ്റ്റ് ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിപ്പം അവർക്ക് 25 വയസ്സായാലും 30 വയസ്സായാലും അവർ ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ബിക്കോസ് അവർക്ക് നീ കൊച്ചു പറയുന്ന സംഭവത്തിന് ആസ്പദമായ കാര്യം എന്താണ് ഞാൻ കാണിച്ചു തരാം. നിറം കുറവാണെന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെന്നും പറഞ്ഞ് വിവാഹബന്ധം ഏർപ്പെടുത്താൻ ഭർത്താവ് അബ്ദുൽ വാഹിദ് നിർബന്ധിച്ചിരുന്നു. കല്യാണം കഴിഞ്ഞ് 20 ദിവസം നിന്ന് തിരിച്ചു പോയി കഴിഞ്ഞപ്പോഴാണ് ഇപ്പം വിളിച്ചിട്ട് പറഞ്ഞ കുട്ടീനോട് നിങ്ങൾക്ക് കളർ പ്രശ്നമാണ് നിന്റെ, പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നില്ല. അവരുടെ ഉമ്മ ഞങ്ങൾ പറഞ്ഞ ആ കുട്ടി നിൽക്കുമ്പോൾ ഈ കുട്ടിനോട് പറഞ്ഞ മറുപടി എന്താ വെച്ചാൽ 20 ദിവസമല്ലേ കൂടെ താമസിച്ചിട്ടുള്ളൂ, ഈ എന്തിനാ അതിനെ കടിച്ചു നിനക്ക് വേറെ ഭർത്താവിനെ കിട്ടൂല. വെയിറ്റ് മോള് കേട്ടല്ലോ, ആരാ പറഞ്ഞേ? അവന്റെ ഉമ്മ. ഒരു ഉമ്മ ചോദിക്കുന്നത്, മകനെ തിരുത്തേണ്ട ഒരു ഉമ്മ ചോദിക്കുന്ന ചോദ്യമാണത്. ഇപ്പം വിളിക്കാതിരിക്കുക കുറേ നമുക്ക് ഇപ്പം വിളിക്കാതെ കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം. അവളെ പിന്നെ വാട്സാപ്പ് എടുത്ത് നോക്കിയാൽ അറിയാം, ഒന്നെ വിളിക്കും 150 പ്രാവശ്യം മെസ്സേജ് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് അയച്ചു. അപ്പൊ നിറത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കാൻ കാരണം അവൻ മാത്രമാണോ അതോ അവന്റെ ഉമ്മയുണ്ടോ? അതൊരു സ്ത്രീയാണ്, അതൊരു പെണ്ണാണ്. ബിക്കോസ് പെണ്ണുങ്ങൾക്കൊക്കെ ബുദ്ധി വെച്ചു. ഗൈസ്, ഇസ് 2025. 2025 ആണ്. ഞങ്ങൾ പെൺകുട്ടികൾക്ക് ബുദ്ധി വെച്ചു എന്നാണെങ്കിൽ ഞങ്ങൾക്കും 2025 ബുദ്ധി വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നാളെ ഏതെങ്കിലും ഒരുത്തേക്ക് എന്തെങ്കിലും കലക്കി തന്നു കഴിഞ്ഞാൽ ഒന്ന് കുടിക്കാൻ മടിക്കും. അങ്ങനെ ഞാൻ പറയുന്നില്ല, കാരണം എല്ലാവരും ഒരുപോലെ അല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മോളെ ഹെയ്റ്റ് നിർത്ത്. കല്യാണം കഴിച്ചു എന്ന് കരുതി എല്ലാവരും തല്ലിക്കൊല്ലുമെന്നും അല്ല ഇവിടെ. ഈ ലോകം മുന്നോട്ട് പോകണമെങ്കിൽ വിശ്വാസം എന്ന് പറയുന്ന സാധനത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. This is 2025. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധി വെച്ചെന്ന്. അപ്പോൾ ഇതൊക്കെ ഏത് തരത്തിലുള്ള ബുദ്ധിയാണ്? ഞങ്ങൾക്കും ബുദ്ധി വെച്ചു. ഞങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ റിയാക്ട് ചെയ്യത്തില്ല. ഞങ്ങൾക്കും കല്യാണം കഴിക്കാനൊക്കെ ഇച്ചിരി മടിയുണ്ട്. ഇപ്പോൾ ജോളി വധക്കേസ് 5-6 പേരാണ് ഒരുമിച്ച് പോകുന്നത്, അതിനകത്തൊരു കൊച്ചു ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കും വേണമെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കാം എന്ന് പറയാം. പക്ഷേ അതിൽ കാര്യമില്ല. നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഈ ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ പ്രാന്തന്മാർ ഇതുവരെ കാണിക്കുന്നു എന്ന് കരുതി എല്ലാവരും ആ കൂട്ടത്തിൽ പെടുത്തരുത്. ആ ഒരു സ്റ്റീരിയോ ടൈപ്പിൽ കൊണ്ടുവരാതെ, ഈ ഹെയ്റ്റ് കൊണ്ടുവരാതെ നോക്കുക പ്ലീസ്. So obviously girls opt for not marrying. Because അവർക്ക് ബുദ്ധി. ഇതൊക്കെ എന്തിനാ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നേ? ഡിസ്ക്ലൈമർ ആണ്, ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ഹോളിയൊക്കെ വരുവാണ്. ഇത്തവണത്തെ ഹോളി നമുക്ക് സ്പെഷ്യൽ ആക്കണ്ടേ. അപ്പോൾ ഇത്തവണത്തെ ഹോളി അടിപൊളിയാക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ട്രേഡിംഗ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തരാം. ബിനോമ എന്നാണ് പേര്. ഇതിൽ നിങ്ങൾ സൈനപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡെമോ അക്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ഈ ഡെമോ അക്കൗണ്ട് വെച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് റിയൽ അക്കൗണ്ടിലേക്ക് പോകാവുന്നതാണ്. പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കളിക്കുന്നതൊക്കെ നിങ്ങളുടെ മാത്രം ചോയ്സ് ആണ്. ഒരു 5 സെക്കൻഡിൻ്റെ ട്രേഡ് എടുത്ത് നോക്കുവാണ്. പ്രഡിക്ഷൻ കറക്റ്റ് ആയിരുന്നു. ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനാണെങ്കിൽ തന്നെ UPI ഉണ്ട്, Paytm ഉണ്ട്, ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട്, എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾ ഈ അവസരം മിസ്സാക്കരുത്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ ആൻഡ് പിൻ കമന്റ്. ഗോ ആൻഡ് ചെക്ക് ഔട്ട് ഗൈസ്. പ്രൊമോഷൻകാരിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഞാൻ തന്നെ പ്രൊമോഷൻകാരെ നോക്കുന്നു. വാവ്, എന്ത് വയ്യേ. അടുത്ത് നോക്കട്ടെ. നമ്മൾ ഇടുന്ന വേഷത്തിൽ വേറൊരാൾ പിന്നെ വന്ന് കമന്റ് പറയോ, എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കമന്റ് പറഞ്ഞാൽ എന്നെ ബോഡി ഷെയിം ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് റെസ്പെക്ട് തന്നില്ല എന്ന് പറയാനുള്ള അധികാരം നമുക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. വസ്ത്രവിധാനം ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇടാമെന്നുള്ള കാരണം പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ആരെങ്കിലും ഒരാൾ ബിക്കിനി ഇട്ട് ഇനോഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഓക്കെ ആണെന്ന് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുമോ? ബിക്കിനി ഇട്ട് ആരാ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വന്നേക്കുന്നേ? എന്തൊരാൾക്കാരാണെന്ന് ആലോചിക്കണേ. ഇപ്പോഴും വസ്ത്രദാനത്തെ പറ്റിയുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ഞാനൊരു സിനാറിയോ പറയാം. നേരത്തെ പറഞ്ഞല്ലോ ബിക്കിനി ഇട്ട് ഉദ്ഘാടനം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമെന്നൊക്കെ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ, നിങ്ങളുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, മകനായിക്കോട്ടെ, അനിയനായിക്കോട്ടെ, പെങ്ങളായിക്കോട്ടെ, ആരെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രണ്ട് ആയിക്കോട്ടെ,
ആക്സിഡൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുവാണ്. ആ പോയിന്റിൽ ഡോക്ടർ പറയുവാണ് രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ്, പ്രാർത്ഥിക്കാനല്ലാണ്ട് വേറെ വഴിയില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ നിങ്ങളൊരു എത്തിയസ്റ്റാണെന്ന് കൂടി കരുതുക. നിങ്ങൾക്ക് ആ പോയിന്റിൽ പ്രാർത്ഥിക്കാനല്ലാണ്ട് വേറെ വഴിയില്ല, പൈസ ഉണ്ടായിട്ടും കാര്യമില്ല. നിങ്ങൾ നേരെ നോക്കുമ്പോൾ നിയറസ്റ്റ് ആയിട്ടൊരു അമ്പലമോ പള്ളിയോ എന്തെങ്കിലും കാണുന്നു, നിങ്ങൾ അങ്ങോട്ട് പോകുന്നു. ഓക്കെ, അവിടെ നിങ്ങൾ ചെല്ലുന്നു. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആ വ്യക്തി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾ രക്ഷപ്പെടണം. അപ്പോൾ നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിച്ചേക്കാന്ന് കരുതിയിട്ടാണ് നിങ്ങൾ അങ്ങോട്ട് പോകുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരാൾ ബിക്കിനി ഇട്ട് വന്നിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആ ബിക്കിനി ഇട്ട ആളെ നോക്കിയിട്ട് അവൾ ഇട്ടേക്കുന്ന വസ്ത്രം കണ്ടോ എന്ന് പറയുമോ, അതല്ലെങ്കിൽ അവളോട് പോയി ചൂടാകുമോ, അതോ നിങ്ങൾ പ്രാർത്ഥിക്കുമോ നിങ്ങളെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി? ഒന്നുകൂടി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കിടക്കുന്ന നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമോ, അതോ അവിടെ കണ്ട ബിക്കിനി ഇട്ട ആളെ നോക്കി നിങ്ങൾ കമൻറ്റ് അടിക്കുമോ, അതോ അവരെ പോയി തിരുത്താൻ പോകുമോ? ഇപ്പോൾ എനിക്കിങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവണം, ഞാൻ അവിടെ എൻ്റെ കാര്യം മാത്രം നോക്കുള്ളൂ, അല്ലാണ്ട് അവരെന്തിട്ടു, അവരെങ്ങനത്തെ വസ്ത്രം ഇട്ടു, അവരെവിടെയാണ് വന്ന് നിൽക്കുന്നത്, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ബോച്ചയുടെ കാര്യത്തിൽ ഈ സ്ത്രീ പറഞ്ഞതൊക്കെ വൻ ഊളത്തരാണ്. കുറേ പേര് ഇത് കണ്ടിട്ട് കൈയടിക്കുന്നുണ്ട്. ഹണി റോസ് എക്സ്പോസ്ഡ് ആയിട്ടുള്ള വസ്ത്രമാണ് ഇടുന്നതെന്ന് പറയുകയാണെങ്കിൽ ഈ സ്ത്രീ എക്സ്പോസ്ഡ് ആയിട്ടുള്ള വസ്ത്രമാണല്ലോ ഇടുന്നതെന്ന് എനിക്കും പറയാമല്ലോ. സോ പ്ലീസ് ഗ്രോ അപ്പ്. ഒരാൾക്ക് എനിക്ക് കല്യാണം കഴിക്കണം എന്ന് തോന്നിയാലേ അത് 18 പറ്റൂല 21 ആവട്ടെ എന്ന് സർക്കാർ പറയുന്നത് എന്തൊരു അനീതിയാണ്. മറ്റേ കൊച്ചവിടെ? ബിക്കോസ് പെണ്ണുങ്ങൾക്കൊക്കെ ബുദ്ധി വെച്ചു ഗൈസ്. ഇതൊക്കെ ആണുങ്ങളാണേ. പുരുഷന്റെ കൂടെ അല്ലാതെ എനിക്ക് ഇരിക്കണം എന്നുണ്ട് എങ്കിൽ അതെന്റെ വില്ലാണ്, എന്റെ ആഗ്രഹമാണ്, അല്ലെങ്കിൽ അതാണ് എന്റെ വിശ്വാസം. 2025 ഞങ്ങൾക്കൊക്കെ ബുദ്ധി വെച്ചു. ഹസ്ബൻഡിന്റെ താഴെ ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എനിക്ക് ഈ പറഞ്ഞ ഇക്വാലിറ്റി എന്റെ ഫാമിലി ലൈഫിൽ എനിക്ക് വേണ്ട, എനിക്ക് ഈ ഫ്രീഡം വേണ്ട. ഞാൻ ഇങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്. സ്ത്രീക്ക് നല്ലൊരു അമ്മയാവാൻ പറ്റുന്നതും ആ ഒരു കെയറിങ് ആറ്റിറ്റ്യൂഡ്, അത് പുരുഷനും ചെയ്യണം, പുരുഷനും കെയർ ചെയ്യട്ടെ, പുരുഷനും ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ സൗന്ദര്യം നമ്മൾ അവർക്കൂടെ വിട്ടുകൊടുക്കല്ലേ? എന്തിനാ അതിന്റെ ആവശ്യം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പെണ്ണായാൽ അറപ്പ് പാടില്ല എന്ന് എൻ്റെ അമ്മ പറയും. കാരണം ഒരുപാട് കുട്ടികളുടെ ചെയ്യേണ്ടി വരും, പ്രായമായിട്ടുള്ളവർ അത് വേണ്ടിയും അതുമില്ല, അടിച്ചു വരി തുടയ്ക്കേണ്ടി വരും, പലതും ചെയ്യേണ്ടി വരും, ടോയ്ലറ്റ്സ് കഴുകേണ്ടി വരും. അപ്പോൾ അറപ്പ് എന്ന വാക്ക് പെണ്ണുങ്ങൾക്ക് പാടില്ല എന്ന് പറയും. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട എന്താ അറിയോ, എനിക്ക് ആ അമ്മ പറഞ്ഞ അഡ്വൈസസ് അത് ഭയങ്കര ടച്ചിങ് ആണ്. LGBTQ+ ഇവരെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? ഇവള് വീണ്ടും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഇതൊരു പബ്ലിക് ടോയ്ലറ്റ് ആണ്. ഓക്കെ, പബ്ലിക് ടോയ്ലറ്റിൽ പെട്ടെന്ന് കുറച്ച് ആൾക്കാർ കയറി വന്നു. ഓക്കെ, ഇവർ ശരിക്കും ഡ്രസ്സ് ചെയ്തേക്കുന്നത് സാരി ഉടുത്ത് പെണ്ണുങ്ങളെ പോലെ വലിയ പൊട്ടിട്ടുണ്ട്. പക്ഷെ ഇവർ ശരിക്കും ആണുങ്ങളാണ്. ആക്ച്വലി ദേ ആർ ട്രാൻസ്. ഇവർക്ക് ഭയങ്കര ഹൈറ്റൊക്കെ ഉണ്ട്. ഓക്കെ, ഇവരിങ്ങനെ പെട്ടെന്ന് കയറി വന്ന് ഇങ്ങനെ അവർ ഭയങ്കര സംസാരം, അവിടെ സൗണ്ടൊക്കെ ശരിക്കും ആണുങ്ങളെ പോലെ തന്നെയാണ്. ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് അപ്പോൾ ഒരു ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി ആ ഒരു അറ്റ്മോസ്ഫിയർ. അതൊരു അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നാനായിട്ട് കൊച്ചിപ്പോഴും പൊട്ടക്കണച്ച വല്ലതാണോ? ഈ ലോകത്തേക്കൊന്നും വന്നിട്ടില്ലേ? ഇവിടെ ഇങ്ങനത്തെ ജെൻഡേഴ്സും കൂടി ഉണ്ട്. ലേഡീസിനുള്ള ടോയ്ലറ്റ് ആണ്. ഈ ടോയ്ലറ്റിന്റെ കേസൊക്കെ വലിയ കാര്യത്തിൽ പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മോള് ട്രെയിനിലും ഫ്ലൈറ്റിലൊന്നും യാത്ര ചെയ്തിട്ടില്ലേ? അവിടെയൊക്കെ കോമൺ ആയിട്ട് ഒരു ബാത്റൂമേ ഉള്ളൂ. അത് ആണായാലും പെണ്ണായാലും ട്രാൻസ് ആയാലും ആരായാലും ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അല്ലാണ്ട് പെണ്ണുങ്ങൾക്ക് ഇങ്ങനത്തെ ടോയ്ലറ്റ് ആണുങ്ങൾക്ക് ഇങ്ങനത്തെ ടോയ്ലറ്റും വല്ലതും ഉണ്ടോ? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് പെട്ടെന്ന് തോന്നി ഇത് ശരിയല്ല, ഇത് തെറ്റാണ്. എന്തോന്നറിയാം, എന്തൊരു ഹെയ്റ്റാ കുട്ടാ നീ പറഞ്ഞു വരുത്തുന്നത്. ഊക്കി വിടാൻ സമയമായി. ഇതിപ്പോൾ കുറച്ചാവുന്നുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. ഇമാതിരി ഹെയ്റ്റുകൾ നിങ്ങൾക്ക് മാത്രം ജീവിക്കാനുള്ളതല്ല ഈ ഭൂമി. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് മാത്രം ആണുങ്ങൾക്ക് മാത്രം ജീവിക്കാനുള്ളതല്ല ഈ ഭൂമി എന്ന് പറയുന്നത്. ഇവിടെ ജീവിക്കുന്ന ഓരോ ജീവജാലങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് ഈ ഭൂമി. ഇവിടെ ഉള്ള ഓരോ പാമ്പിന് വരെ. നേരെ ഒരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ, നിനക്ക് എനിക്കുന്നൊരു കുഞ്ഞ് പോട്ടെ, നിന്റെ ഒരു അനിയൻ നാളെ ഇതുപോലെ ഒരു ട്രാൻസ്ജെൻഡർ ആയിരിക്കും, നീ അവനെ കുത്തിക്കൊല്ലുമോ? എന്ത് ചെയ്യും നീ? നീ അവനെ കാണുമ്പോൾ പേടിക്കുമോ അവൻ ബാത്റൂമിൽ നിന്ന് വരുമ്പോൾ? എന്താ നീ ഉദ്ദേശിക്കുന്നത്? നിന്റെ അച്ഛനൊരാണാണോ? അല്ല, എനിക്കറിയാൻ പാടില്ല. നീ ആണുങ്ങളൊക്കെ കുറ്റം പറയുന്നത് കണ്ടോ? അതുകൊണ്ട് ഞാൻ ചോദിക്കുക. ഇത് ശരിയല്ല, ഇത് തെറ്റാണ്. തന്തയുണ്ടെങ്കിൽ തന്തയില്ലായ്മത്തരം പറഞ്ഞിങ്ങനെ വലിയ ആളാവാൻ നോക്കരുത്. ഊക്കി വിടും കേട്ടല്ലോ. അതുകൊണ്ട് കം ഔട്ട് ഓഫ് ദ ബോക്സ്. ഇത് ശരിയല്ല, ഇത് തെറ്റാണ്. മോളാണ് ശരി. അതിൻ്റെ ഇടയിൽ കൂടി ഇതൊക്കെ എന്തിനല്ല വന്നു പോണത്? ഞാനൊരു ചെയ്ത് കേട്ടുന്നതാ. ഹലോ, ഞാൻ കരയണതിന് കാരണം എന്താണെന്നറിയാം? ആ മറ്റേ കൊച്ചു കാരണല്ലേ, അവളല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞു കൂട്ടിയത്? എല്ലാത്തിനും കാരണം ഇതാണ്. ഇതൊറ്റൊന്നാണ് കരയിപ്പിച്ചത്. ഇതൊക്കെ ഭൂമിക്ക് ഭാരമാണെന്ന് ഞാൻ എങ്ങനെ പറയും? കുറച്ചു മുമ്പാണ് ഞാൻ പറഞ്ഞത് എല്ലാം ഭൂമിക്ക് അവകാശമുള്ളതാണെന്ന്. ജസ്റ്റ് ഫോർ ഫൺ, സർക്കാസ്റ്റിക്കായിട്ട് എടുക്കാൻ അറിയാൻ പാടുള്ള കടലകൾ കമൻറ്റ് ബോക്സിൽ കിടന്ന് കര. ശരിക്കും ഞാനൊരു സീരിയസ് ടോപ്പിക് റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. കാരണം നമ്മൾ നടക്കുന്ന സംഭവങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ടില്ല, തിരുവനന്തപുരത്ത് സ്വന്തം അനിയന് കുഴിമന്തിയൊക്കെ മേടിച്ചു കൊടുത്തിട്ട് അവൻ്റെ തല അടിച്ച് പൊട്ടിച്ചേക്കുന്നു. എന്നിട്ട് അവൻ്റെ ഗേൾഫ്രണ്ടിനെ വിളിച്ച് വരുത്തിയിട്ട് അവളുടെയും തല അടിച്ച് പൊട്ടിക്കുന്നു. ഉമ്മേനെ കഴുത്ത് മുറുക്കി കൊല്ലുന്നു. എന്തോന്നടെ ഇവിടെ നടക്കുന്നത്? മലപ്പുറത്തേക്കാണ്. ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത മകന് കാർ ഓടിക്കാൻ നൽകാത്ത ഒരു അച്ഛനോട് പ്രതിഷേധിച്ച മകൻ കാറ് കത്തിച്ചു കളഞ്ഞു.
സംഭവത്തിൽ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി ഡാനിഷ് മിൻഹാജ് അറസ്റ്റിലായി. ഇവന്മാർക്കൊന്നും പൈസയുടെ വില അറിയാൻ പാടില്ല, അല്ലെങ്കിൽ എന്താ ഇമോഷൻസ് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ. മകൻ 21 വയസ്സുണ്ട് ഡാനിഷ് മിൻഹാജിന്. കാർ ഓടിക്കാൻ താക്കോൽ ചോദിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞത് ലൈസൻസ് ഇല്ലാതെ താക്കോൽ തരാൻ പറ്റില്ല, അതിന് നിയമപ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. മകന് മാത്രമല്ല അച്ഛനും ഒക്കെ ഈ വാഹനം ഓടിച്ചാൽ അച്ഛൻ്റെ പേരിലുള്ള വാഹനമാണ്, അതിൻ്റെ നിയമപ്രശ്നങ്ങളൊക്കെ മകനെ ബോധ്യപ്പെടുത്താനാണ് അച്ഛൻ ശ്രമിച്ചത്. പക്ഷേ മകൻ വഴങ്ങിയില്ല, അവിടുന്ന് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോയി. പിന്നാലെ പെട്രോളുമായി എത്തി കാറിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. ഇതൊക്കെ വാർത്തയിൽ കിട്ടുന്നതുകൊണ്ട് നമ്മൾ അറിയുന്നു, ഇല്ലെങ്കിൽ ഇതുപോലത്തെ എത്ര കേസുകൾ അറിയാണ്ട് പോകുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. വലിയ സങ്കടത്തിലായി അച്ഛൻ അതുകൊണ്ടാണ് പോലീസിൽ പരാതി നൽകിയത്. ഒരു ബോധവും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ പാട് ബാക്കി കേക്കട്ടെ. ഇതെന്ത് ലോട്ടറി കടയോ? കിംസ് ഹോസ്പിറ്റൽ. അമ്മയുടെ കയ്യിലിരിക്കുന്ന എന്താ? ഇതെന്റെ കണ്ണാണ്. കണ്ടോ, ഇത് ഈ അമ്മയുടെ കണ്ണാണ്. ഇത് ഒറിജിനൽ കണ്ണല്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റ് കണ്ണാണ്. അതായത് 15 വർഷം മുമ്പ് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ ഒരു പനിയായിട്ട് പോയതായിരുന്നു ഈ അമ്മ. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു കൗണ്ട് കുറവായതുകൊണ്ട് ബ്ലഡ് കുത്തിയിടണമെന്ന്. ഈ അമ്മയ്ക്ക് ഒരു കുപ്പി ബ്ലഡ് കുത്തിയിട്ടതിന് ശേഷം തലയ്ക്കൊരു ഒച്ചയോടെ ഈ കണ്ണിൽ കൂടെ ബ്ലഡ് പുറത്തേക്ക് ചാടാൻ തുടങ്ങി. ഇവരുടെ അനുവാദമില്ലാതെ, കുടുംബക്കാരുടെ അനുവാദമില്ലാതെ കിംസ് ഹോസ്പിറ്റലിൽ ഈ അമ്മയുടെ കണ്ണ് പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞു. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ അമ്മയ്ക്ക് ലെഫ്റ്റ് സൈഡിൽ കണ്ണില്ല. ഒരു പനിയായിട്ട് പോയതാണ് ഇവിടുന്ന്, ജസ്റ്റ് ഒരു പനിയും പറയലും. വിദേശത്തുള്ളവരൊക്കെ പറയും അവിടെ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ കുറേ നാൾ പിടിക്കുന്നു. ആ സ്ഥാനത്ത് കേരളമൊക്കെ ഭയങ്കര സ്വർഗ്ഗമാണെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവിടെ നോക്കിയേ, കിംസ് ഹോസ്പിറ്റലിനെതിരെ 15 വർഷമായിട്ട് ഈ ഒരു കുടുംബം പോരാടുകയാണ്. പണത്തിന്റെ ഹുങ്ക് കാരണം ഒരു തരത്തിൽ ഇവർക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല. അവർ പോകാത്ത വഴികളില്ല. എല്ലാ സൈഡിൽ നിന്നും ഇവർക്ക് നെഗറ്റീവായിട്ടുള്ള അനുഭവമാണ് ഉണ്ടാകുന്നത്. അപ്പം ഈ കിംസ് ഹോസ്പിറ്റലിന്റെ പണത്തിന്റെ ഹുങ്കാണ് ഇവരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എന്ത് വിശ്വസിച്ചാണ് ഇനി ഒരു ഹോസ്പിറ്റലിൽ പോകുക? അമ്മയ്ക്ക് ശരിക്കും എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? ഒന്ന് വിശദമായിട്ട് പറഞ്ഞു. എനിക്കൊരു പനി വന്ന് കൗണ്ട് കുറഞ്ഞ പനി വന്ന് ബ്ലഡ് ഇടാനാന്ന് പറഞ്ഞ് പോയതാണ്. അവിടെ ചെന്ന് ബ്ലഡ് ഇട്ട് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. അന്ന് ഈ കൈ ഇങ്ങനെ പൊത്തി. പിന്നെ എന്ത് സംഭവിച്ചെന്നും എന്ത് ചെയ്തെന്നും എനിക്കറിയത്തില്ല. പിന്നെ കണ്ണെടുത്ത് കഴിഞ്ഞിട്ട് ഒരു പച്ച നെറ്റിട്ട് അവർ മറിച്ചിട്ടേക്കുമായിരുന്നു. അങ്ങനെയാണ് പിന്നെ എല്ലാം ചേട്ടനോട് അവർ പറയുകയും ചെയ്യുന്നത്. അങ്ങനെ അവിടെ ഇതായി കണ്ണെടുത്തെന്ന് പിന്നീടാണ് ഞങ്ങൾ അറിയുന്നത്. കോടികൾ ഉണ്ടാക്കുന്ന കിംസ് നിസ്സാരമായിട്ടില്ല ഒരാളുടെ കണ്ണ് അങ്ങോട്ട് എടുത്ത് കളഞ്ഞത്. ഈ പറയുന്ന കണ്ണെടുക്കുന്ന സമയത്ത് നിങ്ങൾ ആരുടെ തന്നെ അനുവാദം ചോദിച്ചില്ല? ഞങ്ങനെ ചേട്ടനോ ആരും ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. എന്റെ ചേച്ചിയായിരുന്നു എന്റെ കൂടെ നിന്ന്. പൈസ എത്ര രൂപ വാങ്ങിക്കോട്ടെ, എന്നാലും അവരുടെ അവയവം തിരിച്ച് എടുക്കുക എന്ന് വെച്ചാൽ ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ വലിയ ഹോസ്പിറ്റലിൽ പോകുന്നെങ്കിൽ നിങ്ങൾ അവയവം സൂക്ഷിച്ചോളുക. ആ ഹോസ്പിറ്റലിലെ കോമ്പൗണ്ടിൽ തന്നെ നിങ്ങളുടെ ജീവൻ അവസാനിപ്പിക്കാനാണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അത്ര സഹിക്കാൻ വയ്യ ഞാൻ ഹോസ്പിറ്റലിനെ പേര് പറഞ്ഞത്. അവരെ ആക്ഷേപിക്കണം എന്നുള്ള ആഗ്രഹം ഒന്നും ഞങ്ങൾക്ക്. കേരള സാർ 100% ലിറ്ററസി സാർ എന്നൊക്കെ പറഞ്ഞ് ഏതൊരുത്തം പഞ്ചാബിൽ നിന്ന് കളിയാക്കിയപ്പോൾ ഇവിടെ ഉള്ളവന്മാരെ അവന്മാരെ എടുത്തിട്ട് ഊക്കുക. ഏത് ജില്ലകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കുന്നവന്മാർ കേരളത്തെ പറഞ്ഞപ്പോൾ ഉടനെ കൂട്ടമായിട്ട് നേരെ അവനെ പോയി ആക്രമിക്കുന്നു. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ റിയാക്ട് ചെയ്യുന്ന ഈ വീഡിയോയിൽ ന്യൂസുകൾ മാത്രം നിങ്ങളൊന്ന് നോക്കും. എന്നിട്ട് നമ്മൾ പറ 100% ലിറ്ററസി തന്നെയാണോ ഇവിടെയെന്ന്. എന്റെ കൊച്ചാ മരിച്ചത്, നിങ്ങളുടെ കൊച്ചല്ല മരിച്ചത്, അത് എന്റെ കൊച്ചാ മരിച്ചത്. മര്യാദയ്ക്ക് വർത്താനം പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് കൃഷിക്കാരൊക്കെ പൊട്ടന്മാരായിട്ട് കണക്ക് കൂട്ടരുത്. ഇവിടെ കൃഷിക്കാര് നിങ്ങൾക്ക് അവിടെ ഇരിക്കണവർക്ക് തോന്നുന്നുണ്ട് വയനാട്ടിൽ വെറും ആദിവാസികളാന്ന്. ആദിവാസിയല്ല, ആദിവാസിനെ കൊന്നാലും ചേട്ടനെ കൊന്നാലും മുസ്ലിമിനെ കൊന്നാലും ഹിന്ദുവിനെ കൊന്നാലും ഒരേ വിലയാണ്. ഞങ്ങൾ വയനാട്ടുകാർ അതാ കണക്ക് കൂട്ടിയേക്കണേ. ഞങ്ങൾക്ക് പറഞ്ഞ പൈസ തരണം. നിങ്ങൾക്ക് നോക്കാൻ കഴിയില്ലെന്നൊരു ഞങ്ങൾ നോക്കാവുന്നേ. സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് ഇവിടെയുള്ള കൃഷിക്കാർക്ക് ഓരോ തോക്ക് കൊടുക്കുക, ഞങ്ങൾ നോക്കിത്തരാം. നിങ്ങൾക്ക് പറ്റൂല്ലെങ്കിൽ പോ. നിങ്ങൾ എ സിയിലിരുന്നാൽ പോരാ. അവിടെ കുറെ മൃഗസ്നേഹികളുണ്ട്. അവരുടെ ആ എ സിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ വയനാട്ടിൽ വാ. ഞങ്ങളുടെ നികുതി പൈസ കൊണ്ടാ ഈ മന്ത്രിമാരും MLA-മാരും പിന്നെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും എല്ലാവരും ജീവിക്കണം. ഇവിടുത്തെ കൃഷിക്കാരൻ്റെ നികുതി പൈസ ഉണ്ടാ. കിംസ് കാണിച്ചത് എന്താണ്? ഈ വൃദ്ധനായ ആള് പറയേണ്ടി വരുന്ന ഗതികൾ എന്താണ്? പറ്റൂലാത്തവരൊക്കെ രാജിവെച്ച് പോ. ഒരു സാധനം ഞങ്ങൾക്ക് തന്നില്ല. 10 ലക്ഷം ഉലുവ നിങ്ങൾക്ക് വലുതായിട്ട് കണക്ക് കൂട്ടണു. ഞമ്മള് രാഷ്ട്രീയമൊന്നും അല്ല പറയണേ, ഞങ്ങളുടെ വിഷമാ പറയണം. ഞങ്ങൾക്ക് മര്യാദയ്ക്ക് പൈസ തന്നെ, നിങ്ങൾക്കടെ ഊടായിപ്പൊന്നും വേണ്ട. ഞങ്ങളുടെ കൊച്ചു പോയി എൻ്റെ ഇവിടെ എന്തോരം ജനങ്ങളാ പോയി. ആ പോളിയേട്ടൻ കൂലിപ്പണിയെടുത്ത് ജീവിക്കണം. ഞങ്ങളും ഇത് കൃഷിപ്പണിയെടുത്ത് ജീവിക്കണം. കൂലിപ്പണിയെടുത്ത് കണ്ടവന് കാടും വെട്ടി. അവന്റെ അമ്മയാണെങ്കിലോ തളർന്നു കിടക്കണു. നമ്മളെ കരയാത്ത ഒരു ദിവസവും ഇല്ല. എന്നിട്ട് നിങ്ങൾ എന്താ ഞങ്ങൾക്കിട്ട് ഉണ്ടാക്കണത്? മര്യാദ വേണ്ടേ? ഭരിക്കാൻ കയറിയാ പോരാ, കട്ട് മുടിക്കാൻ കയറിയാ പോരാ. ജനങ്ങളെ നോക്കണം. അപ്പോൾ 100% ചാച്ചരതയുള്ള നിങ്ങളുടെ കമന്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, അടുത്ത ശുഭമായ വീഡിയോ ആണ് ചെയ്യാൻ പോണത്.
ശിവമയം എന്ന് പറയുമ്പോ പറയുമയോ ഇവൻ ഭയങ്കര ഡേഞ്ചർ ആളാണ്, ഭയങ്കര പവർഫുൾ ആളാണ്, ഭയങ്കര ഡേഞ്ചർ ആളാണ്, ഭയങ്കര പവർഫുൾ ആളാണ്, എടാ ഭയങ്കര ഒന്ന് പറയടാ. ഭയങ്കര ദൈവങ്ങളിൽ തന്നെ ഇപ്പൊ പോപ്പുലറിൽ ഫാൻസ് കൂടിയ ഒരു സൈസ് ദൈവമാണ് ശിവൻ എന്ന് പറയുന്ന ആള്. എത്ര ഫോളോവേഴ്സ് ഉണ്ട് ശിവന്? ശിവൻ എന്ന് പറഞ്ഞാൽ അടിപൊളി ആളാണ്, പക്ഷെ ഭയങ്കര ഡേഞ്ചറാണ്, ഭയങ്കര പവർഫുൾ ആണ്. പക്ഷെ പുള്ളിക്കാരന്റെ ദേശീയമൊക്കെ ഭദ്രാളിന്റെ മുമ്പ് കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ ദേശീയമൊക്കെ അവിടെ കുറയാണ്. ഭദ്രാളിനെ ഭയങ്കര പേടിയാണ് കേട്ടോ. ഭദ്രാളി വന്നു കഴിഞ്ഞാൽ തന്നെ ശിവ അനങ്ങാതെ കമന്ന് കിടന്നു കൊടുക്കും. അതാണ് ശിവന്റെ മെത്തേഡ്. നീ മെത്തേഡ് ആക്ടറാണോടാ? അതിന്റെ മെത്തേഡ് എന്തിനാണോ അതിന്റെ ഒരു കഥയുണ്ട്, അതിനെ പറ്റി അറിയാം. ഇവന്റെ കൂടെ കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കഞ്ചാവൊന്നും അടിക്കണ്ട കേട്ടോ, നമ്മള് കിളിയായി പോവും. അടുത്ത ഒരു വീഡിയോയിലൊക്കെ വരാൻ നോക്കട്ടെ. ഭയങ്കര പേടിയാണേ ഭദ്രകാളിനെ. അടുത്ത വീഡിയോയിലൊക്കെ വരുന്നതായിരിക്കും. വാ ഊക്കി തരാം. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. പറയുമയോ ശിവമയം. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ കൂടിയാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. ഇടയ്ക്ക് ദൂരത്തെ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കൊക്കെ നമുക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. അതുപോലെ തന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഒന്നും കയറി ഡൗൺലോഡ് ചെയ്ത് ഞാൻ എല്ലാ തവണയും പറയാറുണ്ട്. ഒരു ലിങ്ക് നിങ്ങൾ കയറി ക്ലിക്ക് ചെയ്യരുത്, പൈസ കളയരുത്, സ്റ്റേ സേഫ്. ഇത്രയോടെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ആരെയും ഞാൻ ഈ ഒരു വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ബൈ ഫോർ നൗ.